നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. കഥനമേറുമൻ കഥ പറയുമ്പോൾ കരുണയോടതു മുഴുവൻ കേൾക്കാൻ നാഥ നീ മാത്രം എന്നെ കാത്തിരുന്നിതുവരെയും. ക്രൂശിൽ നീ ചേർക്കൂ എൻ്റെ രോഗദുരിതങ്ങളെല്ലാം. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക. പ്രാർത്ഥന ഗാനത്തിൽ നമ്മൾ ആലപിക്കുന്ന ഈ വരികൾ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നമ്മൾ പാടേണ്ടതാണ്. കഥനമേറുന്ന എൻ്റെ ജീവിത കഥ കേൾക്കാൻ കർത്താവേ നീ മാത്രം എന്നെ കാത്തിരുന്നു ഇതുവരെ. എൻ്റെ സങ്കടം കേൾക്കാനോ എൻ്റെ വേദനകൾ അറിയാനോ ആരും കൂടെ ഉണ്ടായിരുന്നില്ല. കരുണയുടെ, സ്നേഹത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. കാത്തിരിക്കാൻ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈശോയെ, വേദനകൾ ഞാൻ തന്നിട്ടും അങ്ങയുടെ കരുണയ്ക്കെതിരായി ഞാൻ ജീവിച്ചിട്ടും വലിയ സ്നേഹത്തോടെ എനിക്ക് വേണ്ടി രക്തം ചിന്തിയ, ഹൃദയം തുറന്നു കാണിച്ച, എനിക്ക് വേണ്ടി പാടുപീഡകൾ അനുഭവിച്ച ഓ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, ലോകത്തെ മുഴുവൻ പൊതിഞ്ഞു പിടിക്കുന്ന കരുണയെ, നിന്റെ അടുത്ത് ഞാൻ ഇരിക്കട്ടെ. ആ സ്നേഹം എനിക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് തരണമേ. പ്രാർത്ഥിക്കാം. കാരിരുമ്പിൻ ആണിയേക്കാൾ കഠോര വേദനയേക്ക് ഞാൻ ഏറെ നാളായി പാപം ചെയ്ത് നിനക്ക് മുൾമുടി മെനഞ്ഞു ഞാൻ. ക്രൂശിത ക്ഷമിക്കൂ, മറന്നു പോകില്ല നിൻ സ്നേഹം ഞാൻ. മനസ്സു ഞാൻ അങ്ങിലർപ്പിച്ചിടാം. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. കാരുണ്യമേ ആരാധന. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധന ആരാധന കാരുണ്യമേ ആരാധന. ആരാധന ആരാധന കാരുണ്യമേ ആരാധന. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടി പിടിച്ച് ആ വലിയ കരുണയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റുപാടി പ്രാർത്ഥിച്ചേ. സ്നേഹമേ ആരാധന. സ്നേഹമേ ആരാധന ആരാധന സ്നേഹ
സ്വരമുയർത്തി ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ചേർന്ന് പാടിക്കേ. ഹല്ലേലൂയ 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 ഈശ്വരാധന ഹല്ലേലൂയ കരമേറ്റ് സ്തുതിക്കുക ഹല്ലേലൂയ ഹല്ലേലൂയ ഈശ്വരാധന ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 സ്നേഹമേ ആരാധന സ്നേഹമേ ആരാധന ദിവ്യകാരുണ്യമേ ആരാധന 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 യേശുവേ ആരാധന ആരാധന. ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിയോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ശാന്തമായിട്ടിരിക്കാം. കരങ്ങളും അടിയിൽ യാചന രൂപത്തിൽ തുറന്നു വയ്ക്കാം. കണ്ണുകൾ ശാന്തമായിട്ട് അടയ്ക്കാം. ദിവ്യകാരുണ്യമേ, സ്നേഹമേ, ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഈ ആരാധനയിൽ ഞാൻ പങ്കെടുക്കുന്ന ഈ സമയവും എന്നെ നിത്യമായി സ്നേഹിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന കർത്താവേ, അല്പസമയം നിന്റെ കൂടെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗം മുഴുവൻ സന്നിഹിതമായ ഈ സമയത്ത് ഈശോയെ, നിങ്ങളുടെ മക്കളൊന്ന് ചേർന്ന് ഞങ്ങൾ ഈ സമയം നിന്റെ കൂടെ മാത്രമായിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവേ, അനുഗ്രഹം ചൊരിയണമേ. സ്വർഗം തുറന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം, ഈ ഇടത്ത് അങ്ങയുടെ വലിയ അനുഗ്രഹം ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ തുറന്ന് ഈശോയെ കാണാവോ? കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക. പരിശുദ്ധൻ്റെ സാന്നിധ്യം, സ്വർഗത്തിൻ്റെ വലിയ ശക്തിയുള്ള സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് വചനത്തിലൂടെ വാഗ്ദാനം നൽകുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 12, 13, 14 അധ്യായങ്ങൾ നമ്മൾ ആഴത്തിൽ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കർത്താവ് തൻ്റെ ജനത്തെ, ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ, ദൈവത്തിൻ്റെ ജനസമൂഹത്തെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. കർത്താവേ, ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഈ സമയം ഒരുപാട് തിന്മയുടെ ശക്തികൾ, സങ്കടങ്ങളുടെ മേൽക്കോയ്മ, രോഗങ്ങളുടെ കരം ഞങ്ങളുടെ മേലേക്ക് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈജിപ്ത് ദൈവജനത്തിൻ്റെ മേൽ കരം ശക്തിപ്പെട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ, വേദനകൾ ഞങ്ങളുടെ മേൽ കരമുയർത്തിപ്പിടിക്കുന്നുണ്ട്. കർത്താവേ, ആ ശത്രുവിൻ്റെ കരമുയരുന്നതിനേക്കാൾ ഉയരത്തിൽ അങ്ങയുടെ ശക്തി ഉയരുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കാം. 91 സങ്കീർത്തനം ഞങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിക്കുന്നുണ്ട്. കർത്താവേ, നീ എൻ്റെ സങ്കേതമാണ്, നീ എൻ്റെ കോട്ടയാണ്, നീ എൻ്റെ ശക്തി ദുർഗമാണ്. അതിനാൽ ഞാൻ ഈജിപ്തിനെ ഭയപ്പെടുന്നില്ല, രോഗങ്ങളെ ഭയപ്പെടുന്നില്ല, അടിമത്തങ്ങളെ ഓർത്ത് ആകുലപ്പെടുന്നില്ല, നാളെക്കുറിച്ച് ഭയപ്പെടുന്നില്ല. എൻ്റെ സങ്കേതം, എൻ്റെ കോട്ട, എൻ്റെ ദൈവമാണ്. ആ വിശ്വാസം ഉള്ളിലേക്ക് കർത്താവെ ഒന്ന് നിറച്ചു തരണമേ. ചുറ്റുമുള്ള ശത്രുഗണം എത്ര വലുതാണെങ്കിലും എന്നെ രക്ഷപ്പെടുത്തിയെടുക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈജിപ്തിൻ്റെ ഭരണത്തിൽ നിന്ന്, ആ അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ജാഗ്രതായി അവിടുന്ന് വർത്തിച്ചു എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുക. അവിടെ നൽകിയ വാഗ്ദാനം ഇതായിരുന്നു. പുറപ്പാട് 14:14, നിങ്ങൾ ശാന്തരായിരിക്കുക, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈശോയെ, ഈ സമയം ഞങ്ങളത് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഏറ്റെടുക്കുകയാണ്. ജീവിതത്തിൽ അങ്ങയുടെ കരുണ ഞങ്ങളിലേക്ക് ചൊരിയപ്പെടുമ്പോൾ, അങ്ങയുടെ കരം ഞങ്ങളുടെ മേലേക്ക് ഉയരുമ്പോൾ ഈ ശത്രു പരാജയപ്പെടും. ഞങ്ങൾ ഒറ്റയ്ക്ക് പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ശത്രുവിൻ്റെ വലിപ്പം കണ്ട്
അവൻ്റെ ആയുധ ശേഖരം കണ്ട് ഈ സങ്കടങ്ങളുടെ കൂരമ്പുകൾ ഞങ്ങൾക്കെതിരെ എയ്ത് നീങ്ങുന്നത് കണ്ട് ഞങ്ങൾ ഭയപ്പെട്ടിരുന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ഭയമെല്ലാം മാറ്റി വിശ്വാസത്തോടെ ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കുകയാണ്. ശാന്തരാവാൻ ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആരാധനയുടെ സമയം ജീവിതത്തിലെ എല്ലാ ഈജിപ്തിനെയും ഈശോയ്ക്ക് കൊടുക്കുക. മരുഭൂമി അനുഭവങ്ങളെ ഈശോയ്ക്ക് കൊടുക്കുക. ചെങ്കടൽ അനുഭവങ്ങളെ ഈശോയ്ക്ക് കൊടുക്കുക. വാഗ്ദാനം കാനാൻ ദേശമാണ്. വാഗ്ദാനം ചെയ്തത് അവനാണെങ്കിൽ, വിളിച്ചിറക്കിയത് അവനാണെങ്കിൽ, നടക്കേണ്ടത് മരുഭൂമിയിലൂടെ ആണേലും കണ്ടുമുട്ടേണ്ടത് ചെങ്കടലിനെ ആണേലും പിന്നിലുള്ളത് ഈജിപ്തിലെ ഫറവോയുടെ സൈന്യമാണെങ്കിലും എത്തിക്കും എന്ന് പറഞ്ഞവൻ കാനാൻ ദേശത്ത് എത്തിച്ചിരിക്കും. അതിനിടയ്ക്ക് നീ തളർന്നു പോയാൽ നിന്നെ ശക്തിപ്പെടുത്താൻ അവൻ വിശുദ്ധ കുർബാനയിൽ ചെയ്ത വാഗ്ദാനം, എന്നും കൂടെ ഉണ്ടാകുന്ന വാഗ്ദാനം ഇപ്പോൾ നിന്നെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് കർത്താവിൻ്റെ ആ വലിയ വിശ്വാസം, കർത്താവ് കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസം ഉള്ളിൽ നിന്ന് അറിയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒന്ന് ഒരുമിച്ചൊന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? നിങ്ങളായിരിക്കുന്ന സ്ഥലം, നിങ്ങളായിരിക്കുന്ന ആ സമയം അഭിഷേകത്തിൻ്റെ സമയമാണ്. കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് നിറയേണ്ട ഒരു സമയമാണ്. വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേക്കുക. അത്ഭുതം കാണുമെന്നാണ് നാം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ശാന്തരായിട്ടിരുന്നാൽ മതി. യുദ്ധം ചെയ്യുന്നത് കർത്താവാണ്. യഹോവ മുൻപിലുണ്ട്, സർവശക്തൻ മുൻപിലുണ്ട്. ഒന്നിനെയും ഭയപ്പെടരുതെന്ന് പറയുന്ന കർത്താവ്, ആ കർത്താവാണ് മുൻപേ നടക്കുന്നത്. മേഘസ്തംഭമായി, അഗ്നിസ്തംഭമായി കർത്താവ് മുമ്പിലുണ്ട്. ഈ ചെങ്കടലിനെ നമ്മൾ ഭേദിക്കും. ഈ മരുഭൂമി നമ്മൾ കടന്നു പോകും. മോശ പുറപ്പാട് 15 പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ എൻ്റെ ശക്തിദുർഗം നീയാണെന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദിവസം നിന്റെ മുൻപിൽ വരും. അത് ഇന്നാണ്, ഈ സമയമാണ്. ഈ സങ്കടത്തിൽ നിന്നുകൊണ്ട്, ഈ വേദനയിൽ നിന്നുകൊണ്ട്, ഈ കരുണ കിട്ടാതായി പോയോ എന്ന് തോന്നിയ സമയത്ത് കർത്താവിനെ ആരാധിക്കുക. 2 കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചു. കുടുംബത്തെ ഈശോയ്ക്ക് കൊടുക്കുക. ജീവിത സാഹചര്യങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. ഈ യുദ്ധ സാഹചര്യങ്ങളെ, ഈ അടിമത്ത സാഹചര്യങ്ങളെല്ലാം ഈശോ കൊടുത്തേക്കുക. യുദ്ധം നയിക്കാൻ അവൻ മുൻപിലുണ്ട്. വഴി നടത്താൻ അവൻ മുമ്പിലുണ്ട്. നിന്നെ പൊതിഞ്ഞു പിടിക്കാൻ അവൻ്റെ മാലാഖമാരുടെ സൈന്യം കൂടെയുണ്ട്. ആ വിശ്വാസം ഉള്ളിലേക്ക് നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് ശക്തമായിട്ട് എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. ശക്തിയോടെ സ്തുതിച്ചേ, ഹൃദയം തുറന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരം ഉയരട്ടെ, ഹൃദയം തുറന്ന് ശക്തിയോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ, യേശു ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, 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 ഹല്ലേലൂയ, 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 യേശുവേ, 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 ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 യേശു ആരാധന, 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 യേശുവേ ആരാധന. കരങ്ങളടിച്ച് സന്തോഷത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. ജീവിതത്തെ പൂർണ്ണമായി ഈശോയ്ക്ക് വിട്ടുകൊടുത്തോളൂ. ആ സർവശക്തന്റെ തണലിൽ കഴിയുന്നവരാണെന്ന ഉറച്ച ബോധ്യത്തിൽ, അവൻ പൊതിഞ്ഞു പിടിക്കുന്നുണ്ടെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എന്റെ ജീവിതം വാതിലുകൾ എന്റെ മുമ്പിൽ അടഞ്ഞാലും, സങ്കടങ്ങൾ എന്നെ മുക്കിക്കളഞ്ഞാലും, എന്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. വാതിലുകൾ അവൻ തുറക്കും, വഴികൾ അവൻ വിസ്തൃതമാക്കും, സങ്കടങ്ങളെല്ലാം മാറും. ഏശയ്യാ 55:19 വാക്യങ്ങൾ
സരളവൃക്ഷം, മരതകം, ഉൾച്ചെടിക്ക് പകരം കർത്താവ് വലച്ചൂടുന്ന ഒരു വൃക്ഷം നൽകും. ഈ കണ്ണുനീരിന് പകരം അവൻ സന്തോഷത്തിന്റെ സ്തുതിഗീതം നിന്റെ നാവിൽ തരും. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കണ്ട് പ്രാർത്ഥിച്ചതുപോലെ യഹോവ ദൈവം അവൻ വിജയം തരും. മുൻപിലുള്ള ശത്രുവിന്റെ വലിപ്പത്തിലേക്ക് നോക്കരുത്, പിന്നിലുള്ള ആക്രമണങ്ങളെ ഭയപ്പെടരുത്. നിന്റെ മുൻപേ നടക്കുന്ന കർത്താവിനെ മാത്രം നോക്കുക. അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. വിശ്വാസത്തോടെ ശക്തിയോടെ കരങ്ങളടിച്ച് പ്രാർത്ഥിച്ച് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അത് നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അത് നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. അങ്ങയുടെ മുൻപിൽ ആരാധനയോടെ ആയിരിക്കുന്നേ മക്കളെ, പ്രത്യേകമായി സമയം അനുഗ്രഹിക്കണമേ. ഇവരുടെ ഭവനങ്ങളെ, കുടുംബങ്ങളെ, ജോലി മേഖലയെ, പഠനത്തെ, ഭാവി ജീവിതത്തെ എല്ലാം അനുഗ്രഹിക്കണമേ. ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ സങ്കടങ്ങളെ, എല്ലാ ഇരുട്ടുകളെ, എല്ലാ അടിമത്തങ്ങളെ കർത്താവേ അങ്ങ് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവരുടെ കരം താത്തി അങ്ങയുടെ കരം അവരുടെ മേൽ ഉയർത്തിയതുപോലെ കർത്താവ് ഈ സമയം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ നേരെ അങ്ങയുടെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതാവശ്യങ്ങളിലേക്ക്, സ്വപ്നങ്ങളിലേക്ക്, പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് കർത്താവേ അങ്ങ് ഇടപെടണമേ. കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങ് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് അങ്ങ് നൽകിയ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആത്മീയ കൂട്ടായ്മയിൽ ഞങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നേരെ അങ്ങയുടെ കരം നീട്ടണമേ. അങ്ങേക്കാണല്ലോ അധികാരം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും ഈശോ അങ്ങേക്ക് മാത്രമാണ്. ആ അധികാരത്തിന്റെ ചെങ്കോൽ ഇവരുടെ ഭവനങ്ങളുടെ നേരേക്ക് ഈ സമയം നീട്ടണമേ. ജോലി മേഖലയിലേക്ക് അങ്ങയുടെ അധികാരത്തിന്റെ കരമുയർത്തണമേ. ഇവരുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളിലേക്ക് അങ്ങയുടെ അധികാരത്തിന്റെ ചെങ്കോൽ അങ്ങ് നീട്ടിപ്പിടിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ആരാധന 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 അനുഗ്രഹം ചൊരിയണമേ, ചൊരിയണമേ, കരുണ ചൊരിയണമേ കർത്താവേ. ഭവനങ്ങളിലേക്ക് അങ്ങയുടെ വലിയ അഭിഷേകം ഈ സമയം നിറയ്ക്കണമേ. ഈ കൂട്ടായ്മയിൽ വർഷിക്കുന്ന എല്ലാ മക്കളിലേക്ക് അങ്ങയുടെ വലിയൊരു സ്വാതന്ത്ര്യത്തിന്റെ അഭിഷേകം നിറയ്ക്കണമേ കർത്താവേ. ശങ്കടങ്ങളെല്ലാം ഒഴിയട്ടെ, കെട്ടുകളെല്ലാം മാറട്ടെ, അടിമത്തത്തിന്റെ ദുരിതങ്ങൾ അവസാനിക്കട്ടെ, ശങ്കടകൾ ഭേദിക്കപ്പെടട്ടെ, മരുഭൂമി അനുഭവങ്ങൾ മാറി നിൽക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ ജനം, ദൈവത്തിന്റെ വിശ്വാസ സമൂഹം സ്വാതന്ത്ര്യത്തിലേക്ക് വരട്ടെ, സ്വാതന്ത്ര്യത്തിലേക്ക് വരട്ടെ. കർത്താവേ മുൻപിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് കാനാൻ ദേശം, സമൃദ്ധിയുടെ ജീവിതം, സന്തോഷത്തിന്റെ ജീവിതം, ആരാധനയുടെ ജീവിതം ഇവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന് ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 കരങ്ങളടിച്ച് ശക്തിയോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സൗമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നൂറുമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, തലമുറകൾ നൽകി അനുവദിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ
ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഹല്ലേലൂയ 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 കരുണ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന കർത്താവിന്റെ കരുണ, ശരീരങ്ങളെ ബലപ്പെടുത്തുന്ന കർത്താവിന്റെ കാരുണ്യം, മനസ്സിന്റെ അസ്വസ്ഥതകളെ എടുത്തു മാറ്റുന്ന കർത്താവിന്റെ കാരുണ്യം ചൊരിയപ്പെടട്ടെ, സമൃദ്ധമായിട്ട് നിറയട്ടെ. വിശ്വാസത്തോടെ ശക്തിയായി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ കർത്താവേ, ഏറ്റെടുക്കണമേ, വലിയൊരു കൃപയിലേക്ക് നയിക്കണമേ, കാരുണ്യം ചൊരിയണമേ, കാരുണ്യം ചൊരിയണമേ കർത്താവേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം, കണ്ണുകൾ ശാന്തമായിട്ട് അടയ്ക്കാം. വലിയൊരു വിശ്വാസത്തോടെ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്ന മൂന്നാമത്തെ ദിവസമാണ്, അങ്ങേ ആരാധിക്കുന്ന മണിക്കൂറുകൾ. കർത്താവ്, അങ്ങയുടെ കരുണ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ മൂന്നാം ദിവസം ഈശോ ആഗ്രഹിക്കുന്നത്, ഫൗസ്റ്റീനാമയിലൂടെ ഈശോ തന്ന സന്ദേശം, ഭക്തി തീക്ഷ്ണതയും വിശ്വസ്തതയുമുള്ള എല്ലാ ആത്മാക്കളെയും ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരണം, എൻ്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കണം. കുരിശിൻ്റെ വഴിയിൽ എനിക്ക് ആശ്വാസം തന്നത് ഈ ആത്മാക്കളാണ്. കൈപ്പേറിയ കഥനക്കടലിൻ്റെ നടുവിൽ ആശ്വാസത്തിൻ്റെ തുള്ളികൾ പകർന്നവരാണെന്ന് ഈശോ ഒരു ബോധ്യം, ദർശനം ഫൗസ്റ്റീനാമയ്ക്ക് കൊടുത്തു. ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട നിയോഗം, ഭക്തിയും തീക്ഷ്ണതയും വിശ്വസ്തതയുമുള്ള ദൈവവിശ്വാസികൾക്ക് ദൈവകരുണ സമൃദ്ധമായി ലഭിക്കുന്നതിന് വേണ്ടി, ആത്മീയ ശക്തി ജ്വലിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നമ്മൾ ഇന്ന് ആഗ്രഹിക്കുകയാണ് നമ്മുടെ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ ജ്വലിക്കാൻ വേണ്ടി, ഈശോയുടെ കരുണ തുളുമ്പി നിൽക്കുന്ന ഒരു ജീവിതമായിട്ട് മാറാൻ വേണ്ടി, നമ്മുടെ ജീവിതം കണ്ട് ആളുകൾ ഈശോയുടെ കരുണയിലേക്ക് വരാൻ, ഈശോയുടെ സ്നേഹത്തിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ഈ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെല്ലാം ഈ ആരാധനയ്ക്ക് ഈശോ കൊടുക്കുക. നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ, ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ എന്തൊക്കെയാണോ ജീവിതത്തെ മതിക്കുന്നത്, എന്തൊക്കെയാണോ നിങ്ങളുടെ മുമ്പിലുള്ള സ്വപ്നങ്ങൾ, നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അധ്വാനിക്കേണ്ട മേഖലകൾ എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. ഈ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. വരുന്ന ദിവസങ്ങളിലൊക്കെ നടക്കുന്ന ശുശ്രൂഷകൾ, ധ്യാനങ്ങൾ, ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. നിരന്തരമായി നടക്കുന്ന ആരാധന, വിശുദ്ധ കുമ്പസാര ശുശ്രൂഷ, എല്ലാ ദിവസവും വിശുദ്ധ ബലി, അതിന് വന്ന് പങ്കെടുക്കുന്ന ഓരോ മക്കള്, നമ്മുടെ ഏകദിന ധ്യാനങ്ങള്, തപസ് ധ്യാനം, ഹീൽ ധ്യാനം, മറ്റു വചന ശുശ്രൂഷകളെല്ലാം കർത്താവേ, ഞങ്ങളുടെ ഇടവക ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ, പുറത്തെടുത്തിരിക്കുന്ന ശുശ്രൂഷകൾ, മറ്റു രാജ്യങ്ങളിലുള്ള ശുശ്രൂഷകൾ എല്ലാം അനുഗ്രഹമാക്കി മാറ്റണമേ. ഈശോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും, ആരാധനയിൽ പേഴ്സണലായിട്ടൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ, രാത്രിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവേ, നാളിതുവരെ ഈ ഗുഡ് ന്യൂസ് ധ്യാനകേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചുള്ള എല്ലാ മക്കളെയും മനസ്സിൽ ദത്തെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കൾ, കർത്താവേ, ഇത് പിന്നീട് ഓൺലൈനിൽ കാണുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൃപയോടെ അവരെല്ലാം നോക്കണമേ. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെ ഈശോയെ കൊടുക്കാം, ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, ഏറ്റവും കരുണയുള്ള ഈശോയെ, അങ്ങയുടെ കരുണയുടെ നിക്ഷേപത്തിൽ നിന്ന്, അങ്ങയുടെ കരുണയുടെ നിക്ഷേപത്തിൽ നിന്ന് ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധമായ അളവിൽ പ്രസാദവരങ്ങൾ വർഷിക്കണമേ. സഹതാപ നിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ. അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. സ്വർഗസ്ഥനായ പിതാവിനോടുള്ള
സ്വർഗസ്ഥനായ പിതാവിൽ നിന്നുള്ള സ്നേഹത്താൽ അതിതീക്ഷ്ണമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഹൃദയത്തെ പ്രതി ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾ യാചിക്കുന്നു. നിത്യനായ പിതാവേ, വിശ്വാസികളുടെ ആത്മാക്കളുടെ മേൽ കരുണാർദ്രമായ അങ്ങയുടെ നോട്ടം പതിക്കണമേ. അവർ അങ്ങയുടെ പുത്രന്റെ അനന്തരാവകാശികളാണല്ലോ. അങ്ങയുടെ പുത്രന്റെ കഠിന പീഡകളെ പ്രതി അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരിൽ ചൊരിയണമേ. അങ്ങയുടെ നിരന്തരമായ സംരക്ഷണം അവരുടെ മേൽ ഉണ്ടായിരിക്കണമേ. അങ്ങനെ അവർ അങ്ങയോടുള്ള സ്നേഹത്തിൽ പരാജയപ്പെടാതിരിക്കട്ടെ. അങ്ങിലുള്ള പരിശുദ്ധമായ വിശ്വാസത്താൽ അവർ ഉറച്ചു നിൽക്കട്ടെ. സ്വർഗത്തിലുള്ള എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും അങ്ങയുടെ അളവില്ലാത്ത കരുണയെ മഹത്വപ്പെടുത്തുന്നതിന് അവർക്കിടയാവട്ടെ. ആമേൻ. ത്യാഗത്തോടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. ദൈവ കരുണയുടെ ലുത്തനിയ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കാം. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മറുപടിയായിട്ട് ഏറ്റു ചൊല്ലുക. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പിതാവിന്റെ മടിയിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മനസ്സിലാവാനാവാത്ത മഹാരഹസ്യമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാനുഷികമോ അമാനുഷികമായ ബുദ്ധിക്ക് അളക്കാനാവാത്ത ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ ജീവനും സന്തോഷവും പുറപ്പെടുന്ന ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. സ്വർഗത്തേക്കാൾ മഹനീയമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാംസം ധരിച്ച വചനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്കായി ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാമോദീസായിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിലുള്ള ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ജീവിതം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രത്യേകമായി മരണസമയത്ത് ഞങ്ങളെ ആശ്ലേഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അമർത്യത നൽകി ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നരകത്തീയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കഠിന പാപികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാലാഖമാർക്ക് അത്ഭുതവും വിശുദ്ധർക്ക് അഗ്രാഹ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ ദുരിതങ്ങളും ഞങ്ങളെ സമുദ്ധരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ കരവേലകളെ എല്ലാം അതിശയിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളെ എല്ലാം മകുടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളെല്ലാവരും എപ്പോഴും മുഴുകിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് മധുരാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നിരാശ നിറഞ്ഞ ആത്മാക്കളുടെ ഏക പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഭയത്തിന്റെ മധ്യത്തിൽ ഹൃദയാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധാത്മാക്കളുടെ ആനന്ദവും ഹർഷപാരവശ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ പ്രവർത്തികൾക്കും പ്രചോദനമേകുന്ന പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണയെ നമുക്കെന്നും പാടിപ്പുകഴ്ത്താം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. മുട്ടിന്മേലായിരിക്കുന്ന ഈ സമയം
കർത്താവിൻ്റെ കരുണ നമ്മിലേക്ക് ഒരനുഗ്രഹമായി അഭിഷേകമായിട്ട് നിറയാൻ വേണ്ടി പോവുകയാണ്. കർത്താവെ, അങ്ങ് ആശീർവദിക്കുന്ന ഈ സമയം അങ്ങയുടെ കരുണ ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളുടെ മേലും, ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളുടെ മേലും ഈ സമയം അങ്ങ് ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എങ്ങനെ ആശ്രയിച്ച് മുന്നോട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ആരാധനയിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന ഈ സമയത്തിൻ്റെ ശക്തിയിൽ, അഭിഷേകത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ജോലിയിലേക്ക്, ഞങ്ങളുടെ ശുശ്രൂഷയിലേക്ക്, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിലേക്കെല്ലാം പ്രവേശിക്കുകയാണ്. കർത്താവെ, അനുഗ്രഹം ഒരു വലിയ മഴ പോലെ വലിയൊരു ആശ്വാസമായി ഞങ്ങളിലേക്ക് അങ്ങ് ചൊരിയണമേ. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കരുണ, ആ കരുണ വലിയൊരു സ്നേഹമായി ഇപ്പോൾ ഈ അൾത്താരയിലുണ്ട്. എന്നും കൂടെ വസിക്കുമെന്ന് പറഞ്ഞ കർത്താവ് ഈ സമയം കൂടെ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുകയാണ്. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, ആരാധന, ആരാധന. കരുണയുള്ള നാഥനേ, കരുണാമയ, കരുണയുള്ള നയനമോടെ എന്നെ നോക്കണേ. കരുണയുള്ള നാഥനേ, കരുണാമയ, കരുണയുള്ള നയനമോടെ എന്നെ